പനാമയ്ക്ക് ശേഷം 1998 ഹ്യൂഗോ ഷാവേസ് വെനിസുല പിടിച്ചെടുത്തതിന് ശേഷം അമേരിക്കയും വെനിസുലയും തമ്മിലുള്ള ബന്ധം ഏറെക്കുറെ തകർന്നു എന്ന് തന്നെ പറയാം. ഹ്യൂഗോ ഷാവേസിന്റെ പിന്തുണക്കാരനായിരുന്നു നിക്കോളാസ് മഡ്യൂറോ. ആ നിക്കോളാസ് മഡ്യൂറോയ്ക്കെതിരെ ലഹരിക്കടത്തടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അമേരിക്ക പനാമയ്ക്ക് ശേഷം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിച്ച് അവിടെ ആക്രമണം നടത്തി അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും ഇപ്പോൾ ന്യൂയോർക്കിൽ എത്തിച്ചിരിക്കുന്നത്. അമേരിക്ക പിടികൂടിയ വെനിസുലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെയും ഭാര്യയെയും ന്യൂയോർക്കിൽ എത്തിച്ചിട്ടുണ്ട്. അമേരിക്കൻ ലഹരി വിരുദ്ധ സേന ഇരുവരെയും ചോദ്യം ചെയ്യും. നാളെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കാനാണ് നീക്കം. ലഹരി തീവ്രവാദ ഗൂഢാലോചനയടക്കം ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനിസുല അമേരിക്ക ഭരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം മഡ്യൂറോയെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാണ്. UN സുരക്ഷാ സമിതിയുടെ അടിയന്തര യോഗം നാളെ ചേരും. വെനിസുലയിലെ ഇന്ത്യൻ പൗരന്മാരോട് അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സായ്കുമാർ കൊച്ചിയിൽ നിന്നും നോബൽ ബാരിക്കാരൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി തത്സമയം നമുക്കൊപ്പം ചേരും. ആദ്യം സായ്കുമാറിലേക്ക്. ഗുഡ് മോർണിംഗ് സായി. ഗുഡ് മോർണിംഗ് നോബൽ. വെനിസുലയിൽ അമേരിക്ക നടത്തുന്നത് ഒരുപക്ഷെ പനാമയ്ക്ക് ശേഷം ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് അമേരിക്ക നടത്തുന്ന സമ്പൂർണമായ അവരുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, അധിനിവേശമാണ്. അതും ഒരു മണിക്കൂറിൽ താഴെ മാത്രം നീണ്ടുനിന്ന ഒരു ഓപ്പറേഷൻ, ഡെൽറ്റ ഫോഴ്സിന്റെ ഓപ്പറേഷനിൽ വെനിസുലൻ പ്രസിഡന്റും ഭാര്യയും ഇപ്പോൾ അമേരിക്കൻ കസ്റ്റഡിയിലാണ്. അവരെ ലഹരിക്കടത്തടക്കമുള്ള ഗൂഢാലോചനയടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് നാളെ ഫെഡറൽ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്. ലാറ്റിൻ അമേരിക്കയിൽ തന്നെ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസം ഇതിനോടകം രൂപപ്പെട്ടു കഴിഞ്ഞു. ഉറുഗ്വേ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾ പൂർണ്ണമായിട്ടും ഇതിനെ അപലപിക്കുന്നു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറിയുള്ള അമേരിക്കയുടെ നീക്കത്തെ ലോകം കാണുന്നത് എങ്ങനെയാണ്? ഈ നിക്കോളാസ് മഡ്യൂറോയെയും ഭാര്യയും എന്ത് ചെയ്യാനാണ് ഇനി ഡൊണാൾഡ് ട്രംപ് പോകുന്നത്? ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞതനുസരിച്ച് വെനിസുല അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ തങ്ങൾ ഭരിക്കും എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കയറി ആ രാജ്യത്തിന്റെ അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക, അല്ലെ? തിരിച്ചടിക്കാനുള്ള ശേഷി വെനിസുലയ്ക്കുണ്ടോ സായി? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെ ഭരണാധികാരിയെ കയ്യാമം വെച്ച് കണ്ണുകെട്ടി മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കുന്നത് ആശങ്കയോടെ കാണുകയാണ് ലോകം. എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടികളാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ ആശങ്കയോടെ നെഞ്ചിടിപ്പോടെ ലോകം കാണുകയും ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് എന്തുമാകാമോ എന്നാണ് ഇപ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങളും ഭരണാധികാരികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നൊന്നും ഒരു തരത്തിലുമുള്ള പിന്മാറ്റം അമേരിക്ക ഇപ്പോൾ പറയുന്നില്ല. ശക്തമായി തന്നെ ഈ നടപടി തുടരും എന്നാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത്. ഇപ്പോൾ നിക്കോളാസ് മദുറോയെയും ഭാര്യയും ന്യൂയോർക്കിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലിലേക്ക് ഇരുവരെയും മാറ്റും. 2 സെല്ലുകളിലായി ഇരുവരെയും പാർപ്പിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. വൈദ്യപരിശോധന പൂർത്തിയായി. വലിയ ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങളാണ് ഇപ്പോൾ ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത്. നാർക്കോട്ടിക് ടെററിസം എന്നാണ് അമേരിക്ക അതിനിട്ടിരിക്കുന്ന പേര്. ഈ ഏകോപനവും ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്നു. അങ്ങനെ 4 ദിവസം മുൻപ് തന്നെ ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ ട്രംപിന്റെ അനുമതി കിട്ടിയിരുന്നു. പക്ഷേ കാലാവസ്ഥ അനുയോജ്യമല്ലാത്തത് കൊണ്ടാണ് ഇന്നലെ ആ ദൗത്യം പൂർത്തിയാക്കിയത്. വെറും അരമണിക്കൂറിനുള്ളിൽ തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മദുറോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയും പിടികൂടി ഇങ്ങോട്ടേക്ക് അമേരിക്കയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ നടത്തുകയും ചെയ്തു. ഇതെല്ലാം ടെലിവിഷനിൽ ഒരു TV ഷോ കാണുന്ന ലാഘവത്തോടു കൂടി താൻ കണ്ടു എന്നാണ് ഇന്നലെ ലോകത്തോട് ഒരു കൂസലുമില്ലാതെ ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തത്. ഇനിയിപ്പോൾ എന്താണ് വെനസ്വേലയിൽ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ഹെൻറി റോഡ്രിഗസുമായി ചേർന്ന് ഭരണം നടത്തും എന്നൊക്കെ ട്രംപ് പറയുന്നുണ്ടെങ്കിലും അവരിപ്പോഴും തങ്ങളുടെ പ്രസിഡന്റിനെ മോചിപ്പിക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ട്രംപിന്റെ നടപടിക്കെതിരെ ഇപ്പോൾ വെനസ്വേലയിൽ തന്നെ 2 അഭിപ്രായം ഉണ്ട്. ട്രംപിനെ അനുകൂലിക്കുന്ന വലിയൊരു വിഭാഗം അവിടെ മച്ചാഡോയുടെ പിൻഗാമികളായിട്ടുണ്ട്. പക്ഷേ തങ്ങളുടെ ഭരണാധികാരിയെ ഇவ்விധം കൈകാര്യം ചെയ്ത അമേരിക്കൻ നടപടിക്കെതിരെ വെനസ്വേലയിൽ പ്രതിഷേധമുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ക്യൂബ, മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങൾ, ചൈന, റഷ്യ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ വലിയ പ്രതിഷേധവും രോഷവും അമേരിക്കൻ നടപടിക്കെതിരെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ തന്നെ വലിയ ഭിന്നത ഇപ്പോഴുണ്ട്. ഉറുഗ്വേയും ബ്രസീലും അടക്കമുള്ള രാജ്യങ്ങൾ നിശിതമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്നു. അർജന്റീന പക്ഷേ ഇതിനെ അനുകൂലിക്കുന്ന നിലപാടെടുക്കുന്നപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഒരു ഭിന്നത. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഡോക്ടർ അരുൺകുമാർ, അമേരിക്കയിൽ തന്നെ കമലാ ഹാരിസ് അടക്കമുള്ള നേതാക്കൾ ഇതൊരു മണ്ടൻ തീരുമാനമാണ് എന്നാണ് പറയുന്നത്. മദുറോ കുറ്റവാളിയാണ്, അദ്ദേഹത്തിനെതിരെ നടപടി വേണം. പക്ഷേ ഇவ்விധമായിരുന്നില്ല ട്രംപ് പ്രവർത്തിക്കേണ്ടത്. തങ്ങളുടെ സൈനികരെ അടക്കം അപകടത്തിലാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള കുറ്റപ്പെടുത്തൽ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ
തന്നെയുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നു. സൊഹറാൻ മംദാനി അടക്കമുള്ള നേതാക്കൾ ഇതിനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു യുദ്ധക്കുറ്റമാണ് അമേരിക്കൻ പൗരന്മാരോട് ചെയ്ത് അവരെ ലഹരിക്കടിമകളാക്കി ഈ രാജ്യത്തോട് തന്നെ ചെയ്ത കുറ്റകൃത്യമാണ് മദുറോ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടികൂടുന്ന ആളുകൾക്ക് 215 കോടിയിലധികം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു നടപടി അമേരിക്ക നടത്തിയത്. ഇനിയിപ്പോൾ വെനസ്വേലയിൽ ഇനിയൊരു അധികാര കൈമാറ്റം ഉണ്ടാകുന്നത് വരെ തങ്ങൾ ഭരിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ ട്രംപിന്റെ ഉദ്ദേശം വ്യക്തമാണ്. അവിടെയുള്ള എണ്ണപ്പാടങ്ങളായിരുന്നു ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അവിടെ ഇനിയിപ്പോൾ അമേരിക്കൻ കമ്പനികൾ വരികയും അത് പൂർണ്ണമായി ഊറ്റിയെടുക്കുകയും ചെയ്യും എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. നേരത്തെ ഹ്യൂഗോ ഷാവേസ് അടക്കം ദേശസാൽക്കരണം പ്രഖ്യാപിച്ചതുകൊണ്ട് തന്നെ അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് തുടങ്ങിയ ശത്രുതയാണ് അതിന് ഒരു തിരിച്ചടി ഇപ്പോൾ ട്രംപ് നടത്തുന്നു. നേരത്തെ ബുഷ് അടക്കമുള്ള ഭരണാധികാരികൾ അടക്കം അവിടെയുള്ള ഷാവേസിനെ അടക്കം ഈ രീതിയിൽ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊക്കെയുള്ള വാർത്തകളുണ്ടായിരുന്നു. ട്രംപ് ഇപ്പോൾ അത് പ്രാവർത്തികമാക്കുകയാണ് ഉണ്ടായത്. അവിടെയുള്ള വിശാലമായ എണ്ണപ്പാടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം, ട്രംപിന്റെ ലക്ഷ്യം. നേരത്തെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചങ്ങാതിയായിരുന്നു വെനസ്വേല. അവരുമായി വ്യാപാരം ഉണ്ടാക്കുകയും അവർക്ക് ആയുധങ്ങളും ഒക്കെ കൊടുക്കുകയും ചെയ്ത രാജ്യമാണ് അമേരിക്ക. പക്ഷേ ഷാവേസിന്റെ വരവിന് ശേഷമാണ് ഇതിൽ ഒരു ഇടിവുണ്ടായത്. മദുറോയും ആ രീതി തന്നെ പിന്തുടരുകയും അമേരിക്കയുടെ ശത്രുവാകുകയും ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ മിത്രമാവുകയും ചെയ്തു. അതാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും ചെയ്തത്. ഈ ഓപ്പറേഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഒരു ചൈനീസ് മന്ത്രി വെനസ്വേലയിൽ സന്ദർശിക്കുന്നുണ്ടായിരുന്നു. നിക്കോളാസ് മദുറോ തന്നെ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തത് ഒരു ചൈനീസ് പ്രതിനിധിയായിട്ടുള്ള ഫോട്ടോയാണ്. ആ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹത്തെ അമേരിക്ക ഈ വിധത്തിൽ പിടികൂടുകയും ഒക്കെ ചെയ്തപ്പോൾ ചൈനയുമായി ഇവർ കൂടുതൽ ചങ്ങാത്തമുണ്ടാക്കുന്നതും അമേരിക്കയെ ചൊടിപ്പിച്ചിട്ടുണ്ട്, ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ഓപ്പറേഷൻ വളരെ വേഗത്തിൽ ഇപ്പോൾ ട്രംപ് നടത്തുകയും മദുറോയെയും ഭാര്യയെയും പിടികൂടി വളരെ വേഗത്തിൽ അമേരിക്കയിലേക്ക് എത്തിക്കുകയും ചെയ്തത്. കയ്യാമം വെച്ച് കണ്ണ് മൂടിക്കെട്ടി കൈവിലങ്ങ് വെച്ചാണ് ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്കയിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇരുവരെയും വൈദ്യപരിശോധന നടത്തി അവരെ ഇനിയിപ്പോൾ കൊടും കുറ്റവാളികൾ താമസിക്കുന്ന ജയിലിലേക്ക് സെല്ലിലേക്ക് മാറ്റും. അവിടെ വെച്ച് ചോദ്യം ചെയ്യലുണ്ടാകും. ഇന്നലെ ഒരു കുറ്റപത്രം തന്നെ ഇരുവർക്കുമെതിരെ അമേരിക്ക പുറത്തിറക്കിയിരുന്നു. അതിൽ പറയുന്നത് വലിയ രീതിയിലുള്ള ആയുധക്കടത്ത്, അവിടുത്തെ മയക്കുമരുന്ന് സംഘങ്ങളുടെ നേതാവാണ് നിക്കോളാസ് മദുറോ. കരീബിയൻ കടലിലൂടെയൊക്കെ വലിയ രീതിയിൽ കൊക്കൈൻ അടക്കം ആ കൊക്കൈൻ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയിലെ പൗരന്മാരുടെ ശാരീരികവും സാമ്പത്തികമായിട്ടുള്ള അവസാനമാണ് ഉണ്ടാകുന്നത്. അത് അവസാനിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂടിയാണ് തങ്ങൾ ഈ നടപടി എന്ന് വാദം ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. ഞാൻ ഒന്ന് നോബൽ മാരിക്കാരനിലേക്ക് കൂടി പോയി വരാം. നോബൽ മാരിക്കാരൻ, ഇപ്പോൾ വെനിസ്വേലയിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദേശകാര്യ മന്ത്രാലയം. മഡ്യൂറോയും സിലിയയും ഇപ്പോൾ ന്യൂയോർക്കിൽ എത്തിച്ചിട്ടുണ്ട്. നാളെ വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കുകയാണ്. പല രാജ്യങ്ങളും അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ബ്രസീൽ, അതേപോലെ ഉറുഗ്വയുടെ രാജ്യങ്ങൾ. പക്ഷേ അർജന്റീന പോലെയുള്ള രാജ്യങ്ങൾ മദൂറോയുടെ പതനത്തിലെ ആഘോഷിക്കുന്നവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ലക്ഷ്യമിടാൻ പോകുന്നത് ക്യൂബയാണോ എന്ന് സംശയിക്കുന്നുണ്ട്, അതേപോലെ മെക്സിക്കോയാണോ എന്ന് സംശയിക്കുന്നുണ്ട്. 1989 പനാമ എന്ന ലാറ്റിൻ രാജ്യത്തെ അമേരിക്കയെ ആക്രമിക്കുന്നത്. അന്ന് പനാമ പ്രസിഡന്റിനെ ആക്രമിക്കുന്ന സമയത്ത് ഇതേ കാരണമാണ് അമേരിക്ക പറഞ്ഞത്. ലാറ്റിൻ അമേരിക്കയിലെ ഈ ലഹരി കടത്തുന്ന കാർട്ടൽ സംഘങ്ങളുമായിട്ട് ഇവർക്കുള്ള ബന്ധമാണ് അന്നും അമേരിക്ക ചൂണ്ടിക്കാണിച്ചത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആവർത്തിക്കുന്നത് അമേരിക്കയെ ലഹരിമുക്തമാക്കുന്നതിന് വേണ്ടി ഏതു രാജ്യത്തെയും കടന്നു കയറാനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്നൊരു രാജ്യമാണ്. തീർച്ചയായും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്. ഇതുവരെയും ഇന്ത്യ ആ നിലപാട് അറിയിച്ചിട്ടില്ല, വിയോജിക്കുകയോ യോജിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് മാത്രമേ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളൂ അല്ലേ? എങ്ങനെയാണ് ഇന്ത്യ ഈ നീക്കത്തെ നോക്കിക്കാണുന്നത് നോബൽ? അരുൺ, ഗുഡ് മോർണിംഗ്. അമേരിക്കയുടെ വെനസ്വേലയിലെ ഈ നീക്കത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടെ നോക്കിക്കാണുകയാണ്. എന്താണ് സാഹചര്യം എന്ന് കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയം നമുക്ക് വിവരം നൽകുന്നത്. നമ്മളുള്ളത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഓഫീസിന് മുന്നിലാണ്, കെട്ടിടത്തിന് മുന്നിലാണ്. എന്താണ് വിദേശകാര്യത്തിന് അപലപിക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്യുന്ന ഒരു അഭിപ്രായം ഈ ഘട്ടത്തിൽ എന്താണെങ്കിലും വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടില്ല. മൊത്തം സാഹചര്യം നിരീക്ഷിച്ച ശേഷം മാത്രം അതിലൊരു തീരുമാനം, ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി എന്നതാണ് ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും അമേരിക്കയുമായുള്ള ബന്ധം അടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല G20
വേണ്ടിയിലെ പല രാജ്യങ്ങളും ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സർക്കാർ, പ്രത്യേകിച്ച് വിദേശകാര്യ മന്ത്രാലയം, ഒപ്പം വിദേശകാര്യ വക്താവ്, ഒപ്പം അവിടുത്തെ എംബസി അടക്കമുള്ള കാര്യങ്ങൾ സാഹചര്യം സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നാണ് നമുക്ക് വിവരം നൽകുന്നത്. ഇന്നലെ കൃത്യമായ നിർദ്ദേശം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വെനിസ്വേലയിലെ ഇന്ത്യക്കാർക്ക് നൽകിയിരുന്നു. അവിടെ അധികം ഇന്ത്യക്കാരൊന്നുമില്ല, മൊത്തം 50 NRIs, ഒപ്പം ഇന്ത്യയിൽ ജനിച്ച 30 പേര്, മൊത്തം 80ഓളം ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത് എന്നാണ് ഇപ്പോൾ ഒരു കണക്ക് പുറത്തേക്ക് വന്നത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. പക്ഷേ അവർ കൃത്യമായ നിർദ്ദേശം എന്താണെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കാരണം അവിടുത്തെ കൃത്യമായ ജാഗ്രത ആവശ്യമാണ്. ഒപ്പം യാത്രാ മാർഗദർശനം പുറപ്പെടുവിക്കുമ്പോൾ അനാവശ്യമായി പുറത്തിറങ്ങരുത്, സാഹചര്യം സങ്കീർണമാണ്, അടിയന്തര ആവശ്യങ്ങൾക്കായി കരാക്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം എന്ന ഒരു മാർഗദർശനമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇറക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ത്യക്കാരുടെ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയോ അല്ലെങ്കിൽ മോശമാവുകയോ ചെയ്യുകയാണ്. ഒരുപക്ഷെ അവർ ഇങ്ങോട്ട് മടങ്ങിക്കൊണ്ടുവരുന്ന നടപടിയൊക്കെ ഇന്ത്യയുടെ ഭാഗത്തുണ്ടാകും. പണ്ട് പല ഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാൻ അടക്കം അങ്ങനെ പല ഘട്ടങ്ങളിൽ പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ ഇന്ത്യക്കാരെ ഓരോ ഓപ്പറേഷന്റെ ഭാഗമായി മടക്കി ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ നടപടികൾ ആവശ്യമെങ്കിൽ ഇന്ത്യ ചെയ്യും, വിദേശകാര്യ മന്ത്രാലയം ചെയ്യും. അക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരം സാഹചര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും മോശം സാഹചര്യത്തിലേക്ക് ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യക്കാർ സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് അവരെ മടക്കി എത്തിക്കാൻ വേണ്ടി ഒരു പ്ലാൻ അടക്കം ഇന്ത്യക്ക് ഉണ്ട്, തയ്യാറാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞായറാഴ്ചയാണെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ രാവിലെ കുറച്ച് ഉദ്യോഗസ്ഥരെ കയറിപ്പോകും നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷേ ഈ വെനസ്വേലയിലെ സാഹചര്യം കൃത്യമായി തന്നെ പരിശോധിക്കുന്നതിനും അത് കൃത്യമായി തന്നെ അറിയുന്നതിനും വേണ്ടിയായിരിക്കാം ഇന്നും ഞായറാഴ്ചയും ഇവിടെ പ്രവർത്തനം നടക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണെങ്കിലും രാജ്യം ഇന്ത്യ ഇതുവരെ ഈ വിഷയത്തെ അപലപിക്കുകയോ അല്ലെങ്കിൽ അനുകൂലിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ വരും മണിക്കൂറിൽ സാഹചര്യം കൃത്യമായി പരിശോധിച്ച ശേഷം പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്നോ ഇതിൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യക്കാർ കൃത്യമായി ജാഗ്രതാ നിർദ്ദേശം ഇന്ത്യ നൽകുകയും ചെയ്തിട്ടുണ്ട്. അരുൺ, താങ്ക് യു നോബൽ. സായിയും നോബലുമാണ് നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ലോകരാജ്യങ്ങൾ വളരെ ആശങ്കയോടു കൂടിയാണ് അമേരിക്കയുടെ ഇടപെടലിനെ നോക്കിക്കാണുന്നത്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ പല ഇടതു സർക്കാരുകളെയും അട്ടിമറിക്കാൻ അമേരിക്ക ലഹരിക്കടത്ത്, തീവ്രവാദം തുടങ്ങിയ വാക്കുകളാണ് ഉപയോഗിക്കാറുള്ളത്. 1989 പനാമയുടെ പ്രസിഡന്റായിരുന്ന നൊറിയഗയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക ഇതേപോലുള്ളൊരു ഇടപെടലാണ് നടത്തിയത്. അന്ന് 10-20,000-ഓളം സൈനികരെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. 300-ലേറെ പൗരന്മാരും സൈനികരുമടക്കം 300-ലേറെ പേർക്ക് ജീവനും അന്ന് നഷ്ടപ്പെട്ടു. 1989 പനാമ ഇതേപോലെയാണ് അമേരിക്കയുടെ സൈനിക നീക്കത്തിലൂടെ പനാമയെ കീഴ്പ്പെടുത്തുന്നതും പനാമയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന നൊറിയഗയെ അവിടെ നിന്നും നീക്കം ചെയ്തതും. സമാനമായ രീതിയിലാണ് ഇപ്പോൾ വർഷങ്ങൾക്കു ശേഷം വെനിസ്വേല എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിൽ കടന്നുകയറി അവിടുത്തെ സൈനിക താവളം ആക്രമിച്ച് വെനിസ്വേലയുടെ പ്രസിഡന്റായ മഡൂറോയെയും സിലിയെയും അവിടെ നിന്ന് കടത്തി എയർലിഫ്റ്റ് ചെയ്ത് ഹെലികോപ്റ്ററിൽ കടത്തി നേരെ യുദ്ധ വിമാനക്കപ്പലിൽ എത്തിച്ച് അതിനുശേഷം പിന്നീട് ന്യൂയോർക്കിൽ എത്തിക്കുകയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഇനി ലക്ഷ്യം വയ്ക്കുന്നത് ക്യൂബയാണോ മെക്സിക്കോ ആണോ എന്ന സംശയങ്ങളൊക്കെ ഇപ്പോഴും ബാക്കിയാണ്. യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അപഹാസ്യനായി തീർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കയെ ലഹരിമുക്തമാക്കുന്നതിന് വേണ്ടി വെനിസ്വേലയെ ആക്രമിച്ചിരിക്കുന്നത്. വെനിസ്വേലയിൽ ശരിയാണ്, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ നാണ്യപ്പെരുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആഭ്യന്തര സംഘർഷമുണ്ട്. അവിടുത്തെ ഭരണമൊക്കെ വളരെ മോശം അവസ്ഥയിലായിരുന്നു എന്നുള്ളതും സത്യമാണ്. ഹ്യൂഗോ ഷാവേസിന്റെ പിൻഗാമിയായി വന്ന ഈ 2010 ശേഷം വന്ന വെനിസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ അമേരിക്കയ്ക്ക് ഒരു തരത്തിലും പിടികൊടുക്കാതെ ശക്തമായ പോരാട്ടം നടത്തിയ പോരാളിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതേസമയം വെനിസ്വേലയുടെ ഉള്ളിലുള്ള ഭരണ പ്രതിസന്ധി മുതലെടുക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അവിടുത്തെ വലിയ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞ തവണ നോബൽ സമ്മാനം കിട്ടുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ഇടപെടാനുള്ള സാഹചര്യം അമേരിക്ക ഉണ്ടാക്കുന്നു. അമേരിക്ക ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ ഇടപെടുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ലോകത്തെ എണ്ണ സംഭരണ ശേഷിയുടെ 5-1 ഈ രാജ്യത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറാഖിലെ സദ്ദാം ഹുസൈനെ പിടിക്കാൻ ഇറങ്ങിയതുപോലെ വെനിസ്വേലയെ അമേരിക്ക പിടിക്കാൻ ഇറങ്ങുമ്പോൾ അത് കേവലം അമേരിക്കയെ ലഹരിമുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാടല്ല എന്നുള്ളതാണ്. മൺട്രോ സിദ്ധാന്തമൊക്കെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ലാറ്റിൻ അമേരിക്കയിലെ യൂറോപ്യൻ അധിനിവേശം അവസാനിച്ചു, ഇനി അമേരിക്കൻ അധിനിവേശമാണ് എന്ന മട്ടിലുള്ള നീക്കമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്നത്. അതും എണ്ണ സംഭരണ ശേഷിയിൽ 18% മൊത്തം ഓയിൽ റിസർവും 18% വെനിസ്വേല എന്ന രാജ്യത്താണുള്ളത്. ചെറിയ രാജ്യമാണ്. അവിടെയുള്ള സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയെ കൂടി ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ആ നീക്കം നടത്തിയിരിക്കുന്നത്. ഡെൽറ്റ ഫോഴ്സ് എന്ന അമേരിക്കയുടെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് ആയ രഹസ്യ സേനാ വിഭാഗമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്. 30 മിനിറ്റ് കൊണ്ട് മഡ്യൂറോയെയും സിലിയെയും കിടപ്പുമുറിയിൽ നിന്ന് പിടിച്ചെടുത്ത് ഹെലികോപ്റ്ററിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ അധികാര കൈമാറ്റം നടക്കുന്നതുവരെ വെനിസ്വേലയിൽ
ഞങ്ങൾ ഭരിക്കും എന്നുള്ളതാണ്, അമേരിക്ക ഭരിക്കും എന്നുള്ളതാണ്. വെനിസ്വേല അമേരിക്ക പിടിച്ചിരിക്കുന്നു, അമേരിക്കയുടെ ഭരണമാണ് വെനിസ്വേലയിൽ നടക്കുന്നതെന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നാളെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ കൂടുന്നുണ്ട്. വിവിധ ലോകരാഷ്ട്രങ്ങൾ അവരുടെ പ്രതികരണവുമായി വരുന്നു. റഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലൂടെ വിയോജിക്കും. ബ്രസീൽ ഇതിനകം തന്നെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതികരണത്തിനായി നമ്മൾ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ,